മത്സ്യങ്ങളുടെ കൂട്ടക്കുരുതിക്ക് ഉത്തരവാദി ആര് എന്ന ചോദ്യത്തിന് ഇതുവരെ ഉത്തരം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. നമുക്ക് അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടിലേക്ക് പോകാം. മത്സ്യങ്ങളുടെ കൂട്ടക്കുരുതി ഉണ്ടായ പെരിയാറിൽ കുഫോസ് സംഘം രണ്ടാം വട്ട സാമ്പിൾ ശേഖരിച്ചു. വിവിധ ഭാഗങ്ങളിൽ നിന്നായി 10 സാമ്പിളുകളാണ് ശേഖരിച്ചത്. പരിശോധനാ റിപ്പോർട്ട് നാളെ ഫിഷറീസ് മന്ത്രിക്ക് സമർപ്പിക്കും. കേരള മത്സ്യബന്ധന സമുദ്ര ഗവേഷണ സർവകലാശാലയിലെ വിദഗ്ധ സംഘത്തിന്റെ നേതൃത്വത്തിലായിരുന്നു സാമ്പിൾ ശേഖരണം. പെരിയാറിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് 6 സാമ്പിളുകൾ സംഘം ശേഖരിച്ചു. മത്സ്യങ്ങൾ കൂട്ടത്തോടെ ചത്ത കെട്ടുകളിൽ നിന്ന് 4 സാമ്പിളുകളും ശേഖരിച്ചു. ആദ്യ പരിശോധനയിൽ പെരിയാറിൽ ഓക്സിജന്റെ അളവ് കുറവാണെന്നായിരുന്നു കുഫോസ് സംഘത്തിന്റെ കണ്ടെത്തൽ. ഞങ്ങൾ പ്രിലിമിനറി ആയിട്ടുള്ള കുറച്ച് pH ഡിസോൾഡ് ഓക്സിജൻ അതുമായി ബന്ധപ്പെട്ട ചില ഒബ്സർവേഷൻസ് ചെയ്തിരുന്നു. അപ്പോൾ ഇന്ന് കുറച്ചുകൂടി വിദഗ്ധമായിട്ടുള്ള കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു സാമ്പിളിങ്ങും കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു റിപ്പോർട്ടും കൂടി ഞങ്ങൾക്ക് ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റിന് ഞങ്ങൾക്ക് സമർപ്പിക്കേണ്ടതായിട്ടുണ്ട്. സൾഫർ, ഹൈഡ്രജൻ സൾഫൈഡ്, അമോണിയ തുടങ്ങിയ രാസവസ്തുക്കളുടെ സാന്നിധ്യം അറിയാനാണ് വീണ്ടും പരിശോധന. പരിശോധനാ ഫലം ലഭിച്ചാലുടൻ ഫിഷറീസ് മന്ത്രിക്ക് റിപ്പോർട്ട് കൈമാറും. പ്രാഥമിക റിപ്പോർട്ട് ഇപ്പോൾ കൊടുക്കും. നമ്മൾ നാളത്തോടെ റെഡിയാകും. പക്ഷേ അതിൻ്റെ ഒരു ഫൈനൽ റിപ്പോർട്ട് കൊടുക്കണമെങ്കിൽ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളായിട്ട് സഹകരിച്ച് ചർച്ചകളൊക്കെ നടത്തിയിട്ടേ ചെയ്യാൻ പറ്റും. കാരണം കുറേയധികം അനാലിസിസ് ഒക്കെ ചെയ്യാനുണ്ട്. ഇപ്പം നമുക്ക് എന്താണ് സംഭവിച്ചതെന്നുള്ളത്, ഇപ്പം എന്തോ മാറ്റം ഉണ്ടായി എന്നുള്ളത്. നമ്മൾ ആദ്യത്തെ ദിവസം സാമ്പിൾ എടുത്തു. അപ്പോൾ ഇനി ഇതൊരു കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ സാമ്പിൾ ചെയ്യുന്നുണ്ട്. റിപ്പോർട്ടർ, കൊച്ചി.